18 മെയ് 2022 ഞാൻ ഷവോമി പാഡ് 5ന്റെ ഒരു ലൈവ് അൺബോക്സിംഗ് കം ഫസ്റ്റ് ഇംപ്രഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ വീഡിയോ പബ്ലിഷ് ചെയ്ത ശേഷം കമന്റ് ബോക്സിൽ നോക്കിയപ്പോൾ കുറേയധികം ഫാൻ ബോയ്സിന്റെ ദേഷ്യ പ്രകടനങ്ങളാണ് കണ്ടത്. എല്ലാം പുച്ഛിക്കല്ലേ ബ്രോ, എല്ലാ പ്രൊഡക്റ്റും ഐപാഡ് പോലെ ആകില്ല. ഓക്കെ, എന്തുട്ടാണോ കുറ്റം പറയാൻ മാത്രമാണോ വീഡിയോ ഉണ്ടാക്കിയത്? ഫാൻ ഒന്നുമല്ല, ബട്ട് കണ്ടിട്ട് വാല്യൂ ഫോർ മണി ആയി തന്നെയാണ് തോന്നിയത്. ഈ പ്രൈസിൽ ബെറ്റർ പ്രോസസർ, ഡിസ്പ്ലേ, സ്പീക്കർ, ക്യാം, സ്പെക്സ് 26,000ഉം 1 lakh പ്ലസ് പ്രോഡക്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ കാണിച്ച വലിയ മനസ്സ് കൊരങ്ങൻ. ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം നോട്ട് എ ഷവോമി ഫാൻ, ബട്ട് ഈ വീഡിയോ മോശമായിപ്പോയി. അതും ഐപാഡിനെ വെച്ച് കമ്പയർ ചെയ്തേക്കുന്നു. ആൻഡ്രോയിഡ് സെഗ്മെൻറ്റിൽ ഇതിനേക്കാൾ നല്ലൊരു ടാബ് കാണിക്കുക ഈ പ്രൈസ് റേഞ്ചിൽ. ബിറ്റ്വീൻ OS അപ്ഡേറ്റ് തന്നില്ലേ, ഐ വിൽ നോ ദാറ്റ്. ഒരുമാതിരി റിവ്യൂ ഇട്ട് ചെയ്യാൻ ഷവോമി പാഡ് യൂണിറ്റ് കമ്പനി തരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയ്ക്ക് പുച്ഛം. പാവം, നല്ല സങ്കടമുണ്ടല്ലേ. അതുമാത്രമല്ല, അണ്ണൻ ആപ്പിളായിട്ടാണ് കമ്പാരിസൺ. നിങ്ങൾ ചെയ്തതിൽ വെച്ച ഏറ്റവും മോശം വീഡിയോ. പ്രജഡസ് ആയിട്ടാണെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യണ്ടല്ലോ ബ്രോ. 50,000 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്ന സാംസങ് ടാബിൽ പോലും ഐപാഡുമായി കിടപിടിക്കാൻ വിയർക്കുന്നു. അപ്പോഴാണോ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ടാബ്? അതിൻ്റെ പ്രൈസ് വെച്ച് ഒരു ഡീസൻ്റ് ഐറ്റം തന്നെയാണ്. ഏറ്റവും കോമഡി, ബോക്സ് തുറക്കുമ്പോൾ ആപ്പിളിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഇല്ല എന്നൊക്കെ. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും ഞാൻ ആ ഒരു വീഡിയോയിൽ ഷവോമി പാഡ് 5നെ ഐപാഡുമായി ഓരോരോ ഇഞ്ച് ബൈ ഇഞ്ച് കമ്പയർ ചെയ്ത് ഇത് ഐപാഡിനും വളരെ മോശമാണ് എന്ന് പറഞ്ഞു കാണുമെന്ന്. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് ഒരേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻസ്, ഇതിൻ്റെ പാക്കേജിങ് ടോട്ടലി പ്രീമിയം. ആക്ച്വലി ഈ പാക്കേജിങ് എനിക്ക് കണ്ടിട്ട് എനിക്ക് വേറെ ഏതോ ഒരു ടാബിൻ്റെ പാക്കേജിങ് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഐപാഡിൻ്റെ അതേ രീതിക്കാണ് കോപ്പി ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ആപ്പിൾ പ്രൊഡക്റ്റൊക്കെ പൊക്കുമ്പോൾ ആ ഒരു സെയിം ഫീലിംഗ് വരുന്നുണ്ടോ നോക്കട്ടെ. ഇല്ല, ഒരുമാതിരി ഈ പഴയ എണ്ണയിടാത്ത കഥവൊക്കെ തുറക്കുന്ന സൗണ്ടാണ്. ഐപാഡിൻ്റെ പെട്ടി അതിൻ്റെ ഡിസൈനപ്പാടെ കോപ്പി അടിക്കാനായിട്ട് പറ്റിയെങ്കിലും ആ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് കോപ്പി അടിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞതിനെയാണ് ഐപാഡുമായിട്ട് ഷവോമി പാഡ് 5നെ കമ്പയർ ചെയ്തത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന രീതിക്കായത് എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഷവോമി ഫാൻ ബോയ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവുകളെല്ലാം തന്നെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോയിലേക്ക് പോവാം. ഷവോമി പാഡ് 5 26,999 രൂപയ്ക്ക് നിങ്ങൾക്ക് 6GB റാമും 120GB സ്റ്റോറേജിൻ്റെ വൈഫൈ ഓൺലി വേരിയൻറ്റ് ലഭിക്കുന്നു. ആൻഡ് 28,999 രൂപയ്ക്ക് നിങ്ങൾക്ക് 6GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വൈഫൈ ഓൺലി മോഡലും ലഭിക്കുന്നു. സോ ആൻഡ്രോയിഡിൽ 30,000 രൂപയ്ക്ക് താഴെയുള്ള ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണോ ഇത്? ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായിട്ട് അറിയാം. ഇതാണ് നമ്മുടെ ഷവോമി പാഡ് 5ൻ്റെ പെട്ടി. ഈ പെട്ടി കണ്ടു കഴിഞ്ഞാൽ വേറെ പെട്ടിയുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഓക്കെ, ഇൻസ്പയർഡ് ഫ്രം ഐപാഡ് പോരെ. പെട്ടിക്കകത്ത് നമുക്ക് ടാബ് ഉണ്ട്, 22.5 വാട്ടിന്റെ പവർ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്, USB Type-C to USB Type-A കേബിളും ഒരു യൂസർ മാനുവലുമാണ് ഇത്രയും വലിയ പെട്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഫേം ആൻഡ് സ്റ്റേഡി ആയിട്ടുള്ള ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റാലിക് ആയിട്ടുള്ള അലുമിനിയം ഫ്രെയിമാണ് ചുറ്റുമുള്ളത്. ആൻഡ് ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. ഇനി ഈ ഒരു ബാക്ക് സൈഡ് നമുക്കൊരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമുക്കൊരു ക്യാമറ കട്ടൗട്ട് കാണുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ഷവോമി എന്ന് പറഞ്ഞൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് യെസ്, ഇത് ടേബിളിൻ്റെ പുറത്ത് നിൽക്കും. ഇതിനകത്ത് ക്വാഡ് സ്പീക്കേഴ്സ് ആണുള്ളത്. മുകളിലായിട്ട് അതിൻ്റെ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡോൾബി വിഷൻ അറ്റ്മോസ് എന്നും എഴുതിയിട്ടുണ്ട്. ഇനി അവിടെ തന്നെയാണ് നമുക്ക് പവർ ബട്ടണും വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ, പിന്നെ 2 മൈക്രോഫോൺസും, നടുവിലായിട്ട് നമ്മുടെ ഷവോമി സ്മാർട്ട് പെൻ. ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല, ഏകദേശം 6,000 രൂപ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾക്ക് മേടിക്കാവുന്ന ഷവോമി സ്മാർട്ട് പെൻ ഇവിടെ വെച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു സ്ലോട്ട് പോലെ അവിടെ ഉണ്ട്. ആൻഡ് താഴേക്ക് വരുവാണെങ്കിൽ ബാക്കിയുള്ള ക്വാഡ് സ്പീക്കറിൻ്റെ 2 സ്പീക്കേഴ്സും, നടുവിലായിട്ട് USB Type-Cൻ്റെ ഒരു പോർട്ടും കാണുന്നുണ്ട്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് 3 പിന്നുകൾ കാണാൻ പറ്റും. ഷവോമിയുടെ എക്സ്ട്രാ ആക്സറി ആയിട്ടുള്ള ഷവോമിയുടെ ആ ഒരു കീബോർഡ് അതിലേക്ക് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ചുറ്റും നിങ്ങൾക്ക് കുറേയധികം ആൻറ്റണ ബാൻഡുകളും കാണാൻ പറ്റും. ടാബിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വലിയൊരു ക്യാമറ മൊഡ്യൂൾ കാണുമെങ്കിലും അതിനകത്ത് 2 ക്യാമറയല്ല, ഒരൊറ്റ ക്യാമറയാണുള്ളത്. രണ്ടാമത്തെ ക്യാമറ കട്ടൗട്ടിൻ്റെ ഉള്ളിൽ 13MP എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സൈഡിൽ ക്യാമറ എന്നും ഡ്യുവൽ ടോൺ ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. ഇനി ടാബിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം കട്ടിയുള്ള ഈക്വൽ സൈസ് ആയിട്ടുള്ള ബെസൽസ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൻ്റെ അകത്താണ് നമ്മുടെ സ്ക്രീൻ ഉള്ളത്. ആൻഡ് കോർണേഴ്സ് റൗണ്ടഡ് ആണ്. സോ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുവാണെങ്കിൽ 2.5K ഹൈ റെസൊല്യൂഷനുള്ള 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന
P3 കളർ ഗാമറ്റ് അടങ്ങിയിട്ടുള്ള ഒരു 11 ഇഞ്ചിന്റെ 10-bit LCD ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ പറയാതിരിക്കാൻ വയ്യ, കളേഴ്സ് വളരെ പഞ്ചിയാണ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ റെസൊല്യൂഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് പിക്സലേഷൻസ് ഒന്നും ടെക്സ്റ്റുകളിൽ കാണില്ല. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ടെക്സ്റ്റുകൾ വായിക്കാനായിട്ട് പറ്റുന്നുണ്ട്, ഇമേജസ് കാണാൻ പറ്റുന്നുണ്ട്. എന്തിനാ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് 4K പ്ലേ ചെയ്യുമ്പോൾ പോലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിലൊക്കെ ഡോൾബി വിഷനിലുള്ള ഷോസ് ഒക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റിലും കാണാനായിട്ട് പറ്റും. ഇനി എന്റർടൈൻമെന്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾക്ക് അടുത്തത് വരുന്നത് ഇതിന്റെ ക്വാഡ് സ്പീക്കേഴ്സ് ആണ്. സോ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്വാഡ് സ്പീക്കേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. എക്സ്ട്രീംലി ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് ചെറിയൊരു ക്ലിപ്പ് കേട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ടാബിൽ ഹൈറസ് ഓഡിയോ വയേർഡ് ആൻഡ് ഹൈറസ് ഓഡിയോ വയർലെസിന്റെ സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയർ വൈസ് ഇതിനകത്ത് MIUI 13 ആണുള്ളത്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് 6GB റാമും പ്ലസ് എക്സ്റ്റൻഡഡ് റാം ഓപ്ഷൻ ഉണ്ട്. 2GB കൂടെ കൂട്ടാം. സോ ഒരു 8GB റാം ഇതിനകത്ത് ടോട്ടൽ വരുന്നുണ്ട്. പ്ലസ് 128GB ബേസ് വേരിയന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ 120Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. UI വളരെ സ്മൂത്ത് ആണ്. എനിക്ക് ഗ്ലിച്ചസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല നാവിഗേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആപ്സ് സ്വിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ. ആൻഡ് ഓൾസോ ഇതൊരു ടാബ്ലറ്റ് ആണ്, എന്നാൽ ഇതിൻ്റെ UI എന്ന് പറയുന്നത് ടാബിലേക്ക് അത്രത്തോളം ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് വിൻഡോസ്, സ്പ്ലിറ്റ് സ്ക്രീൻ എന്നിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇതിനകത്ത് സോഫ്റ്റ്വെയർ വൈസ് ആയിട്ട് ചേരിക്കുന്നത്. ആൻഡ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോർമൽ MIUI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് യാതൊരു അഡ്വർടൈസ്മെൻറ്റ്സും ഞാൻ ഇതുവരെയും കണ്ടില്ല. പ്ലസ് ബ്ലോട്ട്വെയർസ് എന്ന് പറയുന്നത് വിരളിൽ എണ്ണാവുന്നതിലും കുറവാണ്. ആക്ച്വലി ബ്ലോട്ട്വെയർ എന്ന് ഞാൻ കണ്ടത് MI സെക്യൂരിറ്റി ഉണ്ടായി, ഷെയർ മീ ആപ്ലിക്കേഷൻ ഉണ്ടായി, അതുപോലെ തന്നെ ക്ലീനർ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ MI സർവീസസ് ആൻഡ് ഫീഡ്ബാക്ക്. ഇതാണ് MIയുടെ രീതിക്കുള്ള ഒരു ബ്ലോട്ട്വെയർസ് എന്ന് പറയാനായിട്ട്. ആൻഡ് നെറ്റ്ഫ്ലിക്സ് ആപ്ലിക്കേഷനും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നുള്ളൂ. ഏകദേശം 19GB ആണ് ടോട്ടൽ ഈ ഒരു OS മാത്രം എടുത്തിരിക്കുന്നത്. ബാക്കിയാണ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ സ്നാപ്ഡ്രാഗൺ 860 പ്രോസറാണ് വന്നിരിക്കുന്നത്. 860 വളരെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള പ്രോസറാണ്. ഇത് വന്നിരിക്കുന്നത് പോക്കോ X3 പ്രോയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പോക്കോ X3 പ്രോയ്ക്ക് ശേഷം ഈ ഒരു ചിപ്സെറ്റ് വന്നിരിക്കുന്ന ഒരു ടാബാണ് ഇത്. ആൻഡ് ഇതിനകത്ത് ഗെയിമിംഗ് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് ഞാൻ BGMIയും കോൾ ഓഫ് ഡ്യൂട്ടിയും രണ്ടും കളിച്ച് നോക്കി. BGMIയുടെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ HD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് HDRലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീം വരെയും പോകാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും BGMIക്ക് ഇല്ല. ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സും ഫ്രെയിം റേറ്റും മാക്സിമം സെറ്റിങ്ങിൽ നിങ്ങൾക്ക് വെച്ച് സുഖമായിട്ട് കളിക്കാനായിട്ട് പറ്റും. യാതൊരു പ്രശ്നവുമില്ല. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രധാന ഉദ്ദേശമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി അടുത്ത ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ 13 മെഗാപിക്സലിൻ്റെ ഒരൊറ്റ ക്യാമറയാണ് വന്നിരിക്കുന്നത്. AI ക്യാമറ എന്ന് പറയുന്നു. പക്ഷേ ഇത് പ്രൈമർലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യണം, പ്രത്യേകിച്ചും പഠിക്കാനൊക്കെ ആയിട്ട് ടാബ് മേടിക്കുന്നവർക്ക് ഈ നോട്ട്സ് ഒക്കെ ഫോട്ടോ എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് പ്രൈമറി ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നോർമലി നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ ലേശം ഓഫാണ്. ഔട്ട്ഡോർ ഫോട്ടോസ് ആണെങ്കിലും വലിയ പഞ്ചി കളേഴ്സോ കളർ ബാലൻസ് ഒന്നും അത്രയ്ക്കില്ല. ആൻഡ് അവർ അഡ്വർടൈസ് ചെയ്യുന്നതും ടെക്സ്റ്റ് സ്കാനർ എന്ന് തന്നെയാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം നിങ്ങൾക്ക് ബാക്കിലുള്ള 13MP ക്യാമറ യൂസ് ചെയ്യാം. ഇനി ഫ്രണ്ടിലുള്ള 8MP ക്യാമറ ആക്ച്വലി ബെറ്റർ കളർ കാലിബ്രേറ്റഡ് ആണ് ബാക്കിനേക്കാളും. ആൻഡ് സെൽഫീസ് വളരെ നല്ല രീതിയിൽ വരുന്നുണ്ട്. കളേഴ്സൊക്കെ നല്ലതാണ്, പഞ്ചിയാണ്. ആൻഡ് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുന്ന സമയത്തും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈവൻ ദോ ഇതൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ടാബ് അല്ലെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോസ് 4K റെസല്യൂഷനിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്ക് സൈഡിൽ 4K 30fps ആൻഡ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് 1080p 30fps ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി കമ്മിങ് ടു ബാറ്ററി ലൈഫ്, 8720 mAh ഒരു വളരെ വലിയ ബാറ്ററിയാണ് ഈ ഒരു കുട്ടി സാധനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 8720 എന്ന് പറയുന്നത് വളരെ വലിയ ബാറ്ററി ആയിട്ട് തോന്നുമെങ്കിലും ഡിവൈസും അതിനനുസരിച്ച് വലുതാണ്. ആൻഡ് ഇതിൻ്റെ പ്രോസസ്സറും അതിനനുസരിച്ച് പവർഫുൾ ആണ്. പ്ലസ് സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ് 120Hz ആണ്. സോ ഞാൻ ഇത് ഫുൾ ചാർജിന് ശേഷം OTTയിൽ സീരീസ് 3-4 എപ്പിസോഡ് കണ്ടു. അതിനുശേഷം വെബ് ബ്രൗസിങ് ചെയ്തു. പിന്നെ ഈ ഒരു വീഡിയോ കോളുകൾ ഞാൻ ചെയ്തു. പിന്നെ നോർമലി കാഷ്വലി നമ്മൾ ടാബ് യൂസ് ചെയ്യുവാണ് ഫോട്ടോസ് നോക്കാനായിട്ട്, ഫയൽസ് മാനേജ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 29% ബാറ്ററിയാണ് ഇതിനകത്ത് എനിക്ക് കിട്ടിയത്. ഇനി ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ 33 വാട്ട് വരെ ഇതിനകത്ത് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ബോക്സിനകത്ത് 22.5 വാട്ടിൻ്റെ ഒരു ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 22.5 വാട്ടിൻ്റെ ചാർജർ കുത്തുമ്പോൾ ഇതിനകത്ത് ക്വിക്ക് ചാർജ് എന്നല്ല
എന്നല്ല, MI ടർബോ ചാർജ് എന്നാണ് കാണിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 1.5 to 2 മണിക്കൂർ കൃത്യമായിട്ട് നോക്കിയില്ല എങ്കിൽ പോലും ആ ഒരു രീതിക്കാണ് കിട്ടുന്നത്. ഏത് 22.5 വാട്ടിൻ്റെ ചാർജർ വെച്ച്. സോ ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത്. കാരണം അത്രമാത്രം ഹൈപ്പ് ഈ ഒരു ടാബ്ലറ്റിന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും MI ഫാൻ ബോയ്സ് ആണെങ്കിൽ ഇവിടെ വെച്ച് വീഡിയോ നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ടാബ്ലറ്റ് ഇത്രയൊക്കെ നല്ലതാണെങ്കിലും അതിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കോൺസ് ആണ്. കേൾക്കണമെന്നുള്ളവർ മാത്രം കേൾക്കുക. ഒന്നാമത് 27,000 അല്ലെങ്കിൽ 29,000 രൂപയാണ് നിങ്ങളൊരു ആൻഡ്രോയിഡ് ടാബ്ലറ്റിന് കൊടുക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്നത് വൈഫൈ ഓൺലി ടാബ്ലറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് സിം കാർഡ് ഇടാനായിട്ട് പറ്റില്ല. ഇതൊരു വളരെ വലിയൊരു ഡ്രോബാക്കാണ്. കാരണം ഇത്രമാത്രം ആൻറ്റണ ബാൻഡ്സ് ഉണ്ട്, പക്ഷേ സിം കാർഡ് സപ്പോർട്ടില്ല. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇടാനുള്ളൊരു സംവിധാനവും ഇതിനകത്തില്ല. ഇനി ടാബ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പല സ്ഥലത്തും ഈ ഒരു ടാബിനകത്ത് മൊബൈൽ ഡേറ്റ എന്നുള്ളൊരു കാര്യം കാണും. പ്രത്യേകിച്ചും ലോക്ക് സ്ക്രീൻ സെറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് 10 മിനിറ്റ് ശേഷം മൊബൈൽ ഡേറ്റ ഓഫ് ആക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മൊബൈൽ ഡേറ്റ വെച്ച് മാത്രം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് എന്നിങ്ങനത്തെ രീതിയിൽ മൊബൈൽ ഡേറ്റ എന്ന് പറഞ്ഞ കാര്യം പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റില്ല. വൈഫൈ ഓൺലി ടാബ്ലറ്റ് ആണ്. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറേയധികം ഗൂഗിൾ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. ഈ ഒരു ഗൂഗിൾ പേ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സിം ഇടേണ്ടി വരും. ആൻഡ് ഇതിനകത്ത് ഗൂഗിൾ പേ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത് OTP ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ വരുന്നത് ഈ ഒരു ഡിവൈസിനകത്ത് സിം ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സിം ഇൻസേർട്ട് ചെയ്യൂ എന്നാണ്. ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസബിൾ അല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റില്ല. സോ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മെമ്മറി. ഇതിനകത്ത് ഹൈറസ് ഓഡിയോ വയേർഡ് ആൻഡ് വയർലെസിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരുടെയും കയ്യിൽ ഡെഫിനറ്റ്ലി ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന വയർലെസ് ഇയർഫോൺസ് ഉണ്ടാവില്ല. എന്നാൽ ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ ഉള്ള വയേർഡ് ഇയർഫോൺസ് വളരെ ചീപ്പാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ടാബിനകത്ത് 3.5mm ജാക്ക് ലഭിക്കുന്നില്ല. സോ ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഡോങ്കിളൊക്കെ മേടിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഡയറക്റ്റ്ലി കുത്തി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇതിനകത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടി പാസ്വേഡ് ഉണ്ട്, പിൻ ഉണ്ട്, പാറ്റേൺ ഉണ്ട്. അല്ലാതെ അതിനകത്ത് ഫേസ് അൺലോക്ക് ഉണ്ട്. പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് ഫേസ് അൺലോക്ക് ഒട്ടും സേഫ് അല്ല, ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാലും തുറക്കുമെന്ന്. ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ പ്രതീക്ഷിച്ചായിരുന്നു, ബട്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ഇതിനകത്തില്ല. ഇനി അതുപോലെ നിങ്ങൾ ടാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. സൈലന്റ് മോഡിൽ ഇടണമെങ്കിൽ സൈലന്റ് മോഡിൽ ഇട്ടാലും വൈബ്രേഷൻ എന്ന് പറഞ്ഞ മോഡ് ലഭിക്കുന്നില്ല. കാരണം ഇതിനകത്തൊരു വൈബ്രേറ്റിംഗ് മോട്ടർ ലഭിക്കുന്നില്ല. ഡിസ്പ്ലേ P3 കളർ ഗാമറ്റ് ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. 10 ബിറ്റ് ആണ്. വളരെ നല്ല 2K റെസൊല്യൂഷൻ ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ടാബിൽ നൈറ്റ് ടൈമിലുള്ള വീഡിയോസ്, ഇപ്പോൾ ബാറ്റ്മാൻ പോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 4 എഡ്ജസിലും ചെറിയ ഒരു യെല്ലോ ടിൻറ്റ് കാണുന്നതാണ്. കാരണം ഈ വ്യൂയിങ് ആംഗിൾസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നേരെ പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ട് കാണുക. ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഗ്രേഡിയൻ്റ് രീതിയിൽ ആ ഒരു വൈറ്റ്, ആ ഒരു LCDയുടെ വൈറ്റ് ഇങ്ങനെ വാഷ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. സോ വ്യൂയിങ് ആംഗിൾസ് അത്രയ്ക്ക് നല്ലതല്ല. ആൻഡ് ഇതേപോലെ തന്നെ 4 സൈഡിലും ചെറിയൊരു യെല്ലോ ടിൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഫൈനലി ഈ ടാബ് യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അനോയിങ് ആയിട്ട് തോന്നാൻ പോകുന്ന ഒരു കാര്യം ഇതിൻ്റെ ക്യാമറ പ്ലേസ്മെൻ്റ് ആണ്. ഫ്രണ്ട് ക്യാമറയുടെ നോർമലി ടാബ്ലറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വെച്ചായിരിക്കും വീഡിയോ കോളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചാരും ചെയ്യാറില്ല. പ്രത്യേകിച്ചും ആ ഒരു കീബോർഡുള്ള കേസിനകത്തൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ആ സമയത്തൊക്കെ നിങ്ങൾ വീഡിയോ കോൾസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും ക്യാമറ വരുന്നത് എന്നുള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് വളരെ അനോയിങ് ആയിരിക്കും. അപ്പുറത്തുള്ള ആൾ നിങ്ങളോട് എവിടെയാണ് നിങ്ങൾ നോക്കി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥ 3-4 പ്രാവശ്യം എനിക്ക് വന്നു എന്നുള്ളതുകൊണ്ട്. ആൻഡ് ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ക്യാമറയുടെ പോർഷൻ അറിയാതെ നമ്മുടെ വിരൽ കയറി കൊള്ളും. സോ വളരെ മോശമായിട്ടൊരു ക്യാമറ പ്ലേസ്മെൻ്റ് ആണ് ഫ്രണ്ടിൻ്റെ വീഡിയോ കോളുകൾക്ക് വേണ്ടി. സോ 27,000 അല്ലെങ്കിൽ 29,000 രൂപയ്ക്ക് ഈ ഒരു ടാബ് മേടിക്കുന്നത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടാബ് ആക്ച്വലി ഇൻട്രൊഡക്ടറി ഓഫറിൽ 24,999 രൂപയ്ക്കാണ് ഇറങ്ങിയത്. HDFCയുടെ കാർഡ് ഓഫർ കഴിഞ്ഞ് 22,000 രൂപയ്ക്ക് ലഭിച്ചവരുണ്ട്. അവർക്ക് ടോട്ടലി വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ 29,000 രൂപയ്ക്കാണ് നിങ്ങൾ ഈ ഒരു ടാബ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ ഡ്രോബാക്കുകളെല്ലാം നിങ്ങൾക്ക് പ്രശ്നമില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷേ 22,000 രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റീലാണ്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. Xiaomi ഫാൻസ് ആരെങ്കിലും ഇതുവരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവസാനത്തെ ഭാഗം നിങ്ങളെ ഹർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കാം വീഡിയോയ്ക്ക്. അടുത്ത വീഡിയോ കാണാം. ബൈ.